എന്താണെന്ന് വെച്ചാൽ ഡ്യൂട്ടീസ് ഓൺ ഡെത്ത് ഓർ ഇൻസിഡൻറ്റ്, അതായത് പ്രിൻസിപ്പൽ മരിച്ചു പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതാവണമെന്നുണ്ടെങ്കിലും പിന്നെ മുന്നോട്ട് അയാളുടെ ഒരു ഡ്യൂട്ടീസ് ഏറ്റെടുത്തിട്ട് ഇയാൾ പ്രോപ്പർ രീതി വേറെ ആരെയും അതിനുള്ള അധികാരം ലോയിൽ പറഞ്ഞിട്ടുള്ള പോലെ ആണെങ്കിൽ കുഴപ്പമില്ല. അതായത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പം എനിക്കൊരു ഏജൻറ് ഉണ്ട്, ഞാൻ പെട്ടെന്ന് മരിച്ചു പോയാൽ പിന്നെ എൻ്റെ കൺട്രോളിലല്ലല്ലോ അയാളുണ്ടാവും. അപ്പോൾ അയാൾ അത് പിന്നെ ആ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ട് ചെയ്യാന്നുള്ളതല്ല. അതിൻ്റെ രീതിക്ക് പ്രോപ്പറായിട്ട് അതിനുള്ള അതോറിറ്റിയായിട്ടൊക്കെ സമീപിച്ചിട്ട് അതിന് നിയമത്തിൽ അനുസൃതമായിട്ടാണെങ്കിൽ ഓക്കെ. ചിലപ്പം നമ്മൾ പറയുമല്ലോ, നമ്മൾ മരിക്കുന്ന ചിലരങ്ങനെ പറഞ്ഞിട്ട് വെക്കുമല്ലോ, അങ്ങനെയല്ലാതെ പെട്ടെന്നൊരു ഇതിൽ മരിച്ചു പോവാണ് പിന്നെ ആ ഡ്യൂട്ടി പെർഫോം ചെയ്യുക എന്നുള്ളത് ആരുടെ റൈറ്റ് അല്ല, ഏജൻറ്റിൻ്റെ റൈറ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ഡ്യൂട്ടീസാണ് ആർക്കുണ്ടാവുക, ഏജൻറ്റിന് ഉണ്ടാവുക. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് പേഴ്സണൽ ലയബിലിറ്റി ഓഫ് എൻ ഏജൻറ്റ്. ഒരു ഏജൻറ്റിൻ്റെ പേഴ്സണൽ ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ വെൻ ദ ഏജൻറ്റ് എക്സ്പ്രസ്ലി എഗ്രീസ്. അതായത് എന്താണ് ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ചില സാഹചര്യങ്ങളിൽ നമ്മളെ ഏജൻറ്റ് പേഴ്സണലി ലയബിൾ ആയിരിക്കും. അപ്പോൾ പേഴ്സണൽ ലയബിലിറ്റി അയാൾക്ക് എപ്പോഴൊക്കെയാണ് വരിക എന്ന് വെച്ചാൽ ഫസ്റ്റ് വെൻ ദ ഏജൻറ്റ് എക്സ്പ്രസ്ലി എഗ്രീസ്. അതായത് sometimes the third party when contacting with an agent may specially stipulate that the agent will be personally liable for the contract is not performed. In such a situation the agent will be personally liable. അതായത് ചില സമയത്ത് ഒരു തേർഡ് പാർട്ടി ഇതിൽ ഇൻഫ്ലുവൻസ് ആവുക, ഈ രണ്ട് പേര് തമ്മിലുള്ള ഇപ്പോൾ പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പിലേക്ക് ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെങ്കിൽ അത് ഈ ഏജൻറ്റിൻ്റെ റിസ്കിലായിരിക്കും ചിലപ്പം വരുന്നത്. ഓക്കെ, ആ സമയത്ത് ഇതിൽ എന്തെങ്കിലും ഒരു ലയബിലിറ്റി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആരായിരിക്കും, പ്രിൻസിപ്പൽ ആയിരിക്കില്ല, ഏജൻറ്റ് പേഴ്സണലി ലയബിൾ ആയിരിക്കും അവർ തമ്മിലുള്ള ഡീലിങ്സിൽ. ഓക്കെ, അല്ലാതെ അത് നേരെ പ്രിൻസിപ്പളിൻ്റെ തലയിലേക്ക് അയാൾ ലയബിലിറ്റി വരില്ല. കാരണം തേർഡ് പാർട്ടി ഈ പ്രിൻസിപ്പളായിട്ടായിരിക്കില്ല, ഏജൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ ബേസിലായിരിക്കും വരുന്നത്. അത്തരം കേസിലും നമ്മളെ ഏജൻറ്റ് പേഴ്സണൽ ലയബിൾ ആയിരിക്കും. വെൻ ആക്ടിങ് ഫോർ ആൻ ഫോറിൻ പ്രിൻസിപ്പൾ, അതായത് നമ്മളെ പുറത്തുള്ളൊരു ഔട്ട്സൈഡിലാണ് നമ്മളെ പ്രിൻസിപ്പൽ വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അയാൾക്ക് വേണ്ടി ഏജൻറ്റ് ഇവിടെ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അയാൾ ഔട്ട് ഓഫ് കൺട്രിയാണ്, അയാൾക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ അയാൾ ചിലപ്പോൾ ഈ ഫോൺ ത്രൂ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഇവിടെ നിന്നല്ല. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ബാക്കി എന്തെങ്കിലും മാൽ പ്രാക്ടീസസോ കാര്യങ്ങളോ ഏജൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആര് ലയബിൾ ആയിരിക്കും, ഏജൻറ്റ് പേഴ്സണൽ ലയബിൾ ആയിരിക്കും. വെൻ എൻ ഏജൻറ്റ് എൻറ്റേഴ്സ് ടു എൻ കോൺട്രാക്ട് വിത്ത് ഫോറിൻ പ്രിൻസിപ്പൽ ദ പെർസംഷൻ ഈസ് ദാറ്റ് ഏജൻറ്റ് ഈസ് പേഴ്സണലി ലയബിൾ ഫോർ സച്ച് കോൺട്രാക്ട്. അങ്ങനത്തെ കോൺട്രാക്ട്സിൽ ഫോറിൻ പ്രിൻസിപ്പൾ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കോൺട്രാക്ട്സിലും ഏജൻറ്റ് എന്തായിരിക്കാം, പേഴ്സണൽ ലയബിൾ ആയിരിക്കാം. ദെൻ തേർഡ് വൺ എന്താണ്, വെൻ ആക്ടിങ് ഫോർ എൻ അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പിൾ. അതായത് അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചല്ലോ, അങ്ങനത്തെ കേസിലാവുന്ന സമയത്തും ഏജൻറ്റ് എന്തായിരിക്കാം, പേഴ്സണൽ ലയബിൾ ആയിരിക്കും. വെൻ എ കോൺട്രാക്ട് ഈസ് മെയ്ഡ് ബൈ എൻ ഏജൻറ്റ് ഫോർ എൻ അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പിൾ ദ ഏജൻറ്റ് ഈസ് പേഴ്സണലി ലയബിൾ. ദെൻ ഫോർത്ത് വൺ, ദ പ്രിൻസിപ്പൽ ടു ഡിസ്കവർഡ് കനോട്ട് ബി സൂഡ്. അതായത് വെൻ ദ ഏജൻറ്റ് എൻറ്റേഴ്സ് ഇൻടു എ കോൺട്രാക്ട് ഓൺ ബിഹാഫ് ഓഫ് എ പേഴ്സൺ ഹു കനോട്ട് ബി സൂഡ് ഫോർ. അതായത് ഒരു പേഴ്സൻ്റെ ബിഹാഫിൽ, അതായത് അയാൾ അസാന്നിധ്യത്തിലാണ് ഒരു ഏജൻറ്റ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ അയാൾ സാന്നിധ്യം അവിടെ ഇല്ല, അയാൾ അസാന്നിധ്യത്തിൽ അയാളുടെ പേര് പറഞ്ഞിട്ടാണെന്നുണ്ട് ആ പ്രിൻസിപ്പൾ നമുക്ക് അറിയുന്നില്ല അയാൾ സ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, അയാളുടെ പേരിലെ മുകളിലായിരിക്കും ആ ഏജൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആരായിരിക്കും ലയബിൾ ആകുക, പേഴ്സണൽ ലയബിൾ ആയിരിക്കും ഏജൻറ്റ്. ദെൻ വെൻ പ്രിൻസിപ്പൽ ഈസ് എ കമ്പനി വിച്ച് ഈസ് ദിയർ ടു കം ഇൻ ടു എക്സിസ്റ്റൻസ്. ഓക്കെ, അതായത് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് when a promoters of the company enter into a contract on behalf of a company not yet to incorporate, the promoters personally liable for the. അതായത് ഒരു കമ്പനീൻ്റെ ബിഹാഫ് ഓഫിലാണ് ഒരു ഏജൻറ്റ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം കേസിലും ആരായിരിക്കും പേഴ്സണലി ഏജൻറ്റ് എന്തായിരിക്കും, ലയബിൾ ആയിരിക്കും. ദെൻ ലാസ്റ്റ് പോയിന്റ് എന്താണ്, when agent's authority is coupled with the interest. അതായത് when agent is a special interest in the subject matter of the contract, his authority is to couple. അതായത് ഈ കോൺട്രാക്റ്റിലെ സബ്ജക്റ്റ് മാറ്ററുമായിട്ട് അല്ലെങ്കിൽ എന്താണോ കോൺട്രാക്റ്റ് അതിലെ കണ്ടൻറ്റുമായിട്ട് ഈ ഏജൻറ്റിനോട് പേഴ്സണൽ എന്താ പറയുക സ്പെഷ്യൽ ഇൻട്രസ്റ്റ്, ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ അയാൾ അതൊരു പേഴ്സണലായിട്ട് എടുക്കുമായിരിക്കും ആ കോൺട്രാക്റ്റ്. ഓക്കെ, അപ്പോൾ ആ സമയത്തും ആരായിരിക്കും
ഈ ഏജൻറ്റ് പേഴ്സണൽ ലയബിൾ ആയിരിക്കും. അയാൾ പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് അയാൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്തരം കേസിലും ഏജൻറ്റ് എന്തായിരിക്കും? പേഴ്സണലി ലയബിൾ ആയിരിക്കും. ദെൻ വെൻ ദർ ഈസ് എ കസ്റ്റം ഓർ ട്രേഡ് യൂസേജ്, അതായത് നമ്മൾ പറഞ്ഞല്ലോ അയാളുടെ അഡ്വേഴ്സ് ടൈറ്റിൽ അല്ലെങ്കിൽ കസ്റ്റംസ് ട്രേഡൊക്കെ എന്താ പറയുക മിസ്യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഓക്കെ, അത് അയാളുടെ ഗുഡ് വില്ലും കാര്യങ്ങളൊക്കെ പ്രോപ്പർ യൂസേജിലല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും അവിടെ ആരായിരിക്കും യൂസേജ് ഡ്യൂട്ടീസ് മാറ്റുകയാണെന്നുണ്ടെങ്കിലും ഏജൻറ്റ് എന്തായിരിക്കും? പേഴ്സണൽ ലയബിൾ ആയിരിക്കും. ദെൻ മണി പെയ്ഡ് ബൈ മിസ്റ്റേക്ക് ഓർ ഫ്രോഡ്, എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡ് കാണിച്ചിട്ടോ അയാൾ പണം നൽകുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പണം ചിലവാക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൾ കൊടുക്കുന്ന പണം അയാളുടെ എന്താ പറയുക മിസ്റ്റേക്സ് കാരണോ ഫ്രോഡ് കാരണോ യൂസ് ആക്കുകയാണെന്നുണ്ടെങ്കിലും അത്തരം കേസിൽ ഏജൻറ്റ് എന്തായിരിക്കാം? പേഴ്സണൽ ലയബിൾ ആയിരിക്കാം. ദെൻ വെൻ ഹി എൻറ്റേഴ്സ് ഇൻ ടു ദ കോൺട്രാക്ട് ഹിസ് ഓൺ നെയിം, അതായത് പ്രിൻസിപ്പളിൻ്റെ പേര് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാതെ അയാളെ സ്വന്തം ഇതിന് അതിൽ കളത്തരം കാണിച്ചിട്ട് സ്വന്തം നെയിമിൻ്റെ പേരിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത്തരം കേസിലും എന്തായിരിക്കാം? ഈ ഏജൻറ്റ് പേഴ്സണലി ലയബിൾ ആയിരിക്കാം. അപ്പോൾ അത്രയും കേസസിലാണ് പേഴ്സണൽ ലയബിലിറ്റി ആർക്കുണ്ടായിരിക്കാം? ഒരു ഏജൻറ്റിന്. അതായത് വെൻ ഏജൻറ്റ് എക്സ്പ്രസ്ലി അഗ്രീസ്, ദെൻ വെൻ ആക്ടിങ് ഫോർ എ ഫോറിൻ പ്രിൻസിപ്പൽ, then when acting for an undisclosed principal where the principal though discovered cannot be sued, and principal is a company which is yet to come into existence, when agent authority is coupled with interest, when there is a custom or trade usage, money paid by mistake or fraud, when he enters into the contract in his own name. Okay, ഇത്തരം കേസിൽ ഏജൻറ്റ് പേഴ്സണൽ ലയബിൾ ആയിരിക്കും. ഇതൊരു എസ്ഐക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് കറക്റ്റ് പോയിന്റ്സ് പഠിച്ചിട്ട് പോവാം. ബാക്കി അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നോക്കിയിട്ട് പോവാം നന്നായിട്ട്. ഓക്കെ, ദെൻ പിന്നെന്താണ് നമ്മൾ നോക്കുന്നത്? ലയബിലിറ്റി ഓഫ് പ്രിൻസിപ്പൽ ടു തേർഡ് പാർട്ടീസ്, അതായത് പ്രിൻസിപ്പളിന് ഒരു തേർഡ് പാർട്ടി ആയിട്ട് എങ്ങനെയാണ് ലയബിലിറ്റി ഉണ്ടായിരിക്കുക? ഇപ്പം നമ്മൾ പഠിച്ചത് ഏജൻറ്റിന് പേഴ്സണൽ ലയബിലിറ്റി ഉണ്ടാകുന്നതാണ്. ഇനി ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഒരു പ്രിൻസിപ്പളിന് എങ്ങനെയാണ് ലയബിലിറ്റി ഉണ്ടായിരിക്കുക? ഫസ്റ്റ് വൺ, വേർ ദ നെയിം ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് ദ പ്രിൻസിപ്പൽ ഇസ് ഡിസ്ക്ലോസ്ഡ് ബൈ ദ ഏജന്റ് ടു ദ തേർഡ് പാർട്ടി. അതായത് ഒരു തേർഡ് പാർട്ടി ഇവിടെ ഏജന്റ് മുഖാന്തരമായിരിക്കും വരിക. പക്ഷെ ഏജന്റ് തേർഡ് പാർട്ടി ആയിട്ട് നേരിട്ടല്ലാതെ പ്രിൻസിപ്പളിന്റെ പേര് പറഞ്ഞിട്ട് പ്രിൻസിപ്പളുമായിട്ടൊരു ഡീലിങ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടിക്ക് ഏജന്റ് ആയിരിക്കില്ല ലയബിൾ. അയാൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക കോമ്പൻസേഷനോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ അല്ലെങ്കിലും എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ പേഴ്സണൽ ലയബിൾ ആയിരിക്കും, പ്രിൻസിപ്പളും ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് ഈ പ്രിൻസിപ്പളിന് എന്തായിരിക്കും ലയബിലിറ്റി ഉണ്ടാവും. കാരണം ഈ തേർഡ് പാർട്ടി പ്രിൻസിപ്പളും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. ദെൻ വേർ ദ നെയിം ഈസ് നോട്ട് ബട്ട് പ്രിൻസിപ്പൽ എക്സിസ്റ്റൻസ് ഈസ് ഡിസ്ക്ലോസ്ഡ് ഓർ വേർ വി മേ കൺവീനിയൻ്റ്ലി സേ ദ പ്രിൻസിപ്പൽ ഈസ് അൺനെയിംഡ് ആൻഡ് അതേപോലെ അതായത് ഡിസ്ക്ലോസ് ചെയ്യുക, പ്രിൻസിപ്പളിൻ്റെ നെയിം ഡിസ്ക്ലോസ് ചെയ്തിട്ടാണ് ഒരു തേർഡ് പാർട്ടി ഈ കോൺട്രാക്റ്റിൽ എൻറ്റേഴ്സ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിലും അപ്പോഴും ആരായിരിക്കും? ഈ പ്രിൻസിപ്പളും തേർഡ് പാർട്ടിയായിട്ട് ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരം കേസസിലാണ് ആര് തമ്മിൽ ലയബിൾ ആയിരിക്കുന്നത്? പ്രിൻസിപ്പളും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ലയബിലിറ്റി ഉണ്ടാവുക. ഓക്കെ, അതായത് ഒരു പ്രിൻസിപ്പൾ തേർഡ് പാർട്ടിയായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന കേസിൽ അല്ലെങ്കിൽ ഇപ്പോൾ പ്രിൻസിപ്പളിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഏജൻറ്റ് എൻ്റർ ആവുന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ നെയിം ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അയാൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ പ്രിൻസിപ്പൾ ലയബിൾ ആയിരിക്കും, നേരിട്ട് ലയബിൾ ആയിരിക്കും തേർഡ് പാർട്ടിയായിട്ട്. ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടെർമിനേഷൻ ഓഫ് ഏജൻസി. അതായത് ഒരു ഏജൻസി, അതായത് നമ്മളൊരു ഏജൻറ്റിനെ ടെർമിനേറ്റ് ചെയ്യാം. ഓക്കെ, ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അതായത് ഇപ്പം നമുക്ക് പ്രിൻസിപ്പളിനെ ഒരു ഏജൻറ്റ് ഉണ്ടായിരിക്കും, ഏജൻറ്റിനെ ടെർമിനേറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുന്നത് രണ്ട് കേസസിലാണ്. ടെർമിനേഷൻ ഓഫ് ഏജൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ബൈ ആക്ട് ഓഫ് ദ പാർട്ടീസ്, ദെൻ ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. അങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഫസ്റ്റ് ആക്ട് ഓഫ് ദ പാർട്ടീസും സെക്കൻഡ് വൺ ഓപ്പറേഷൻ ഓഫ് ലോ. ആക്ട് ഓഫ് ദ പാർട്ടീസിൽ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് ഫസ്റ്റ് ബൈ പ്രിൻസിപ്പൽ,
ദെൻ ബൈ ഏജൻറ്റ്, ബൈ എഗ്രിമെൻറ്റ്, അതായത് പ്രിൻസിപ്പൾ ത്രൂ, പിന്നെ ഏജൻറ്റിൻ്റെ കേസിൽ, ദെൻ എഗ്രിമെൻറ്റിൻ്റെ കേസിൽ, അങ്ങനെ മൂന്നായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഓപ്പറേഷൻ ഓഫ് ലോയില് അനുസരിച്ചിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ കംപ്ലീഷൻ ഓഫ് ദ ബിസിനസ് ഓഫ് ഏജൻസി, ദെൻ ഡെത്തിൻ്റെ കേസിൽ, ദെൻ ഇൻസോൾവൻസിൻ്റെ കേസിൽ, ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ, അത്രയും കേസിൽ അതിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ.